കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി പിടിയിലായ ഗോവിന്ദച്ചാമിയെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയി കനത്ത പോലീസ് സുരക്ഷയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും അതിന് പിറകെ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വിയൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതീവ സുരക്ഷയുള്ള ജയിൽ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അതീവ സുരക്ഷയുള്ള തടവറ അല്ലെങ്കിൽ അതീവ സുരക്ഷയുള്ള ബ്ലോക്കിൽ കൂടിയായിരിക്കും ഗോവിന്ദച്ചാമിയെ താമസിപ്പിക്കുക. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? വിയൂരിലേക്ക് എത്തിയോ? 7:10 ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. വലിയ സുരക്ഷയോടുകൂടിയാണ് ഇയാളെ വിയൂരിലേക്ക് കൊണ്ടുപോകുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ ഇന്നലെ കൊണ്ടുപോകുന്നതിന് ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലാണ്. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ഗോവിന്ദച്ചാമിയെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പോലീസ് അയാളുടെ മൊഴിയെടുത്തു. തുടർന്ന് തെളിവെടുപ്പുണ്ടായിരുന്നു. പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത് ഏതാണ്ട് 5:30 ശേഷമാണ്. പിന്നീട് പക്ഷേ രാത്രിയിൽ ഇയാളെയുമായി വിയൂരിലേക്ക് കൊണ്ടുപോകുന്നതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഇന്ന് പുലർച്ചെ ഇയാളെ കൊണ്ടുപോകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പിന്നാലെയാണ് ഇന്ന് ഏതാണ്ട് 7:15 ശേഷം ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ജയിൽ DIG അടക്കമുള്ള ആളുകളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ജയിലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിന് മുന്നോടിയായി ജയിൽ DGPയോട് ആഭ്യന്തര വകുപ്പ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായി ജയിൽ DIGയോട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ജയിൽ മേധാവി ഇന്നലെ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതനുസരിച്ച് ജയിൽ DIG നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ പതിവ് പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നതാണ്. അതായത് D-B ബ്ലോക്കുകൾ എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള ബ്ലോക്കുകളാണ്. ആ ബ്ലോക്കുകളിൽ എപ്പോഴും പാറാവ് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അവിടെ പാറാവ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പതിവ് റോന്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം സെല്ലിലെ ലൈറ്റുകൾ രാത്രി തെളിച്ചിരുന്നില്ല, പ്രവർത്തിച്ചിരുന്നില്ല എന്ന വിവരം കൂടി ആ റിപ്പോർട്ടിലുണ്ട്. അതായത് മുഴുവൻ സമയവും സെല്ലിലെ ലൈറ്റുകൾ തെളിച്ചിടണം എന്നാണ് ജയിൽ നിയമം. പക്ഷേ അതുണ്ടായില്ല എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, സെല്ലിലെ കമ്പി മുറിക്കാനായി ഉപയോഗിച്ച ആയുധം അതൊരു ആക്സോ ബ്ലേഡാണ്. ആ ആയുധം കഴിഞ്ഞ 10-28 ദിവസമായി കണ്ണൂർ ഈ സെൻട്രൽ ജയിലിലെ സെല്ലിനുള്ളിലുണ്ട്. അത് കണ്ടെത്താൻ ആ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കഴിയാതിരുന്നത് പതിവ് പരിശോധന നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. പരിശോധനകളൊക്കെ കാട്ടിക്കൂട്ടലുകൾ മാത്രമാവുന്നു. കൃത്യമായി വ്യക്തമായ പരിശോധന നടക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പഴുതടച്ചുള്ള പരിശോധനകൾ നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആയുധം, ഈ ആക്സോ ബ്ലേഡ് കണ്ടെത്താൻ ആ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ പോയതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, 6 മാസത്തിലധികമായി ഇവിടുത്തെ ഇലക്ട്രിക് ഫെൻസിംഗ് സംവിധാനം, ഈ മതിലിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഇലക്ട്രിക് ഫെൻസിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നില്ല. അത് പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ പ്രവർത്തിക്കുന്നില്ലെന്നോ ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിപ്പോർട്ട് മുകളിലേക്ക് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നൽകിയിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾക്കെതിരെ ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന ശുപാർശയും ജയിൽ DIGയുടെ റിപ്പോർട്ടിലുണ്ട്. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 സുരക്ഷാ ഉദ്യോഗസ്ഥരെ, 4 പാറാവുകാരെയാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ സസ്പെൻഷൻ നടപടി അതിൽ ഒതുക്കരുതെന്നും ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുമാണ് ജയിൽ DIGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതനുസരിച്ച് ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ളവരെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റാനുള്ള സാധ്യതയും പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക.
യെസ്, എന്തായാലും വീഴ്ചയുണ്ടായി എന്നുള്ള പ്രാഥമിക റിപ്പോർട്ടുണ്ട്. അതിന് ശേഷം മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന് 11 മണിക്ക് ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. അതിലൊക്കെ വലിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയ്യൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിഹരിച്ചതുപോലെ തന്നെ വിയ്യൂരിൽ വിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ്. ഏകാന്ത തടവിലായിരിക്കും ഗോവിന്ദചാമിയെ പാർപ്പിക്കുക തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്.